നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ പാടിക്കുന്ന് തീർത്ഥത്തിനടുത്തുള്ള ഏബിൾസ് വില്ലേജ് എന്ന് പറയുന്ന മഹാവിസ്മയത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. വനിതാ വികസന വസന്തത്തിന്റെ ഇടിമുഴക്കം തീർത്ത അമ്മയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, കേരളക്കര മലയാളക്കര ലോകത്തിന് സമ്മാനിച്ച വനിതാ അഭിമാന താരം, കേരളത്തിന്റെ പ്രിയങ്കരിയായ സിനിമാ നടി, പ്രിയപ്പെട്ട അമ്മയുടെ പ്രസിഡന്റ് ശ്രീമതി ശ്വേതാ മേനോൻ പോരാട്ടങ്ങളുടെ ചരിത്ര ഭൂമികയിലേക്ക്, ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്ക്, ഈ പാടിക്കുന്നിന്റെ മണ്ണിലേക്ക്, പാടി തീർത്ഥത്തിന്റെ ഹൃദയവാഹിനി കടന്നു പോകുന്ന ഈ പാടി തീർത്ഥ വില്ലേജിലേക്ക്, ഏബിൾ വില്ലേജിലേക്ക് ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ ഈ മഹനീയ മുഹൂർത്തം സാക്ഷ്യം വഹിക്കുന്നതിന് വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിനോദേട്ടനാണ്. വിനോദേട്ടൻ ഇതിന്റെ ആശയം പറഞ്ഞപ്പോഴെന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിനോദേട്ടനെ അറിയാം, ഞാൻ എവിടെ പോയാലും നല്ല പച്ചക്കറി എവിടെ കിട്ടും, നല്ല കൃഷി എവിടെ നടക്കുന്നു എന്നൊക്കെ, ജൈവ കൃഷി എവിടെയാണ് നടക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രതീഷ്. കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് നാലാംപടിയ സ്വദേശിയാണ്. ഞാൻ കൊളച്ചേരി പഞ്ചായത്തിലെ പാടിക്കുന്ന് എന്ന പ്രദേശത്ത് ഒരു ഏബിൾ വില്ലേജ് എന്ന ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ കഴിഞ്ഞ ജനുവരി 16 ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് പ്രധാനമായും നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള കന്നുകാലി, ആട്, കോഴി, മത്സ്യം, അങ്ങനെ പലതരം കൃഷികളും അതിനെ പ്രോത്സാഹിപ്പിക്കലും ഇനി വരുന്ന തലമുറക്ക് അതിനെപ്പറ്റി പഠിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അത് കണ്ട് ആസ്വദിക്കാനും അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഏബിൾ വില്ലേജ് എന്നുള്ള പാർക്ക് തുടങ്ങിയിട്ടുള്ളത്. 15 ഏക്കറോളം വരുന്ന സ്ഥലത്ത്, ഒരു ചെറിയൊരു ഉള്ള സ്ഥലത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു പെറ്റ്സ് വില്ലേജ് ഇവിടെ കാണികൾക്കായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ 2019 മുതൽ ഇവിടെ മത്സ്യകൃഷി നടന്നു വരികയാണ്. 2019 ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021-22 പദ്ധതിയിലെ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന പദ്ധതി പ്രകാരം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 7 ബയോഫ്ലോക്ക് ചെയ്തു വരുന്നു. ഇവിടെ നമ്മളൊരു ടൂറിസം സ്പോട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഈ മത്സ്യകൃഷി തുടങ്ങിയത് തന്നെ. അതിൽ സ്വന്തമായിട്ട് മത്സ്യങ്ങൾ ഉണ്ടാക്കലും അതേപോലെ സ്വന്തമായിട്ട് വിപണനം നടത്തുകയാണ്. മത്സ്യകൃഷിയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിന്റെ വിപണനമാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന കരിമീൻ, ഫിലോപ്പിയ, ആള എന്നീ പറയുന്ന മത്സ്യങ്ങൾ ഈ ബയോഫ്ലോക്കിലും പടുതാക്കുളത്തിലും കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തി വലുതാക്കി ഇവിടെയുള്ള ഹോട്ടലിൽ നമ്മൾ തന്നെ മത്സ്യങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ മത്സ്യത്തിന്റെ വിപണനം ഒരു വിധത്തിനും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ മാക്സിമം ലാഭം നമുക്ക് നേടാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഈ നാലുകെട്ടും മത്സ്യക്കുളവും ആണ്. ഈ നാലുകെട്ടും മത്സ്യക്കുളവുമാണ്. ഈ മത്സ്യക്കുളത്തിൽ ചൂണ്ടിയിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ചൂണ്ടിയിട്ട് സ്പോട്ടിൽ തന്നെ മീനിനെ പിടിച്ച് ആ സ്പോട്ടിൽ തന്നെ എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു 2-3 മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ നാലുകെട്ട് കുളവും ചൂണ്ടിയിടേണ്ട സ്പോട്ടുമായിട്ടുള്ളത്. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് വെച്ചാൽ ബയോഫ്ലോക്കിലേക്കുള്ള കാര്യങ്ങളാണ്. പ്രധാനമന്ത്രിൻ്റെ സബ്സിഡിയോടുകൂടി കിട്ടിയ ബയോഫ്ലോക്ക്. ഇതിൻ്റെ അകത്തുള്ള ഈ മത്സ്യത്തിൻ്റെ വെള്ളം നമ്മൾ അമോണിയവും അടക്കമുള്ള വെള്ളം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തുറന്നു വിട്ടിട്ടാണ് നമ്മൾ ഈ വാഴക്കൃഷി ഇത് നോക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ വാഴക്കൃഷിയിൽ എന്ന് വെച്ചാൽ ഭയങ്കര നേട്ടമായിട്ടുണ്ട്. നല്ല കൊല, വളവും മറ്റുള്ളതൊന്നും ഇടേണ്ട ആവശ്യം നമുക്കില്ല. വെള്ളം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ നല്ല കൊലകൾ എന്ന് വെച്ചാൽ നേന്ത്രനും പൂവനും മൈസൂർ വാഴ എല്ലാം കൂടി മിക്സായിട്ട് ചെയ്തു. ഇത് പാളയംകോടൻ എന്ന് പറഞ്ഞ വാഴയാണ്, മൈസൂർ വാഴയാണ്. തന്നെ രണ്ടാമത്തെ ബാച്ചിലുള്ള കൊലയാണ്. നമ്മളെ ഏബിൾ വില്ലേജിന്റെ
ഏറ്റവും ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനമായ ഒരു സംഭവമാണ് ഇത്. ഒരു ഗുഹ ഭയപ്പെടുത്തുന്നതും അതിഗംഭീരമായിട്ടുള്ളതാണ്. ഇത് ശരിക്ക് വന്ന് കണ്ടു കഴിഞ്ഞാലേ ഇതിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. നാച്ചുറൽ ആയിട്ടുള്ള ഗുഹ അതിന്റെ കുറച്ച് അല്ല, ഇത് നാച്ചുറൽ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി ഭാഗം നാച്ചുറൽ ആയിട്ടാണ്, ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ എവിടെയും ഇല്ലാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മളെ ഗുഹേന്റെ ശില്പി കുറച്ചൊന്ന് തലമണങ്ങണേ, ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ഇരുടല്ലെങ്കിൽ ഫുൾ വെളിച്ചം കൊടുത്താൽ അതിന്റെ ഒരു സൗന്ദര്യം പോയില്ല. സർപ്പങ്ങളിലുണ്ട്, ചവിട്ട് നോക്കണം. ഇവിടെ യഥാർത്ഥമായിട്ട് കാണുന്നു. ശരിക്ക് അഗ്രി ഫാം ടൂറിസം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്കൂൾ കുട്ടികൾക്കെല്ലാം കാണാനും കണ്ടാനും എന്നിട്ട് പഠിക്കാനും. നമ്മൾ ഈ കൃഷിയിലേക്ക് വെച്ചാൽ ഇനി ഒരു 2 കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു വിജയം കൂടിയായി. നമ്മളെ പിന്നെ സാമ്പത്തിക വിജയം അല്ലാണ്ട് നമ്മളെ ജീവിതത്തിന്റെ ഒരു വിജയം കൂടിയായി മാറി. ഞാൻ ശ്രീദീപ് നാറാത്ത്, ഇവിടുത്തെ ഏബിളിന്റെ മുതലാളി പ്രതീക്ഷാട്ടൻ നല്ല സഹകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഏബിൾ വില്ലേജിന്റെ ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് ഇത് മാറ്റി. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ബാഹുബലിന്റെ പ്രതിമ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വേറെ ഒന്നും പാടില്ല, അതന്നെ വേണമെന്ന് പറഞ്ഞ്. ഇതിപ്പോ 21 അടി ഉയരമുണ്ട്, പിന്നെ പാദത്തിന്റെ അടുക്കുന്ന് കേലിംഗം വരെ. അങ്ങനെ ഒരു 21 അടി ഉയരത്തിലാണ് ഇപ്പൊ അത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ ബാക്കിൽ വെള്ളച്ചാട്ടവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒട്ടപ്പക്ഷി മയില് വർഗത്തിൽപ്പെട്ട ഒരു കോഴിയാണ്. പോക്കറ്റ് മങ്കി എന്ന് പറയും. പോക്കറ്റ് മങ്കി അല്ലെങ്കിൽ മർമോത്തേറ്റ് എന്ന് പറയും. ഇതും അമേരിക്ക. ഇത് പാമ്പിനുള്ള തീറ്റയാണ്. ഒരു പീസിന് അങ്കോറൻ റാബിറ്റ് പിടിക്കുന്ന ഇതൊരു അണ്ടർ വാട്ടർ ടണല്. നമ്മളൊരു ശരിയായ ഒരു ഐറ്റംസ് ആണ്. അതിനാക്കാണ് വില കൊടുക്കുന്നത്. ഇതിന്റെ പേര് അരാപ്പയും വന്നത്. നമ്മളിതായി സെക്ഷൻ കമ്പിൽ തന്നെ നമ്മൾ ഈ ലോക്കൽ തന്നെ ഉള്ള 2 ചിപ്പി അങ്ങനെ ചെയ്ത് വന്നതേ ഉള്ളൂ. മക്കാവ് എന്ന് പറയുന്ന സത്യമാണ്. ഇതിന്റെ ഉള്ളിൽ കൂടാണ് കേട്ടോ. ഇതിന്റെ ബോക്സാണ്, ബ്രീഡിംഗ് ബോക്സാണ് അത്. അതിന്റെ ഉള്ളിൽ കൂടി ഇപ്പൊ ഇതിനകത്തുണ്ട് 5 എണ്ണം ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടി ഉണ്ടാവും, മിക്കവാറും മുട്ടിയിട്ടുണ്ടാവും. ബോക്സ് തുറക്കാൻ പറ്റും നമുക്ക് കുട്ടീനെ എടുക്കണമെങ്കിൽ. നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർട്ട് വർക്കാണ്. ഒരു കൂട് പോലെയല്ല വേറൊരു കൂട്. 10-40-ലധികം 10-50-ലധികം കൂടുണ്ട്. എല്ലാ കൂടും ഡിഫറെന്റ് കൂടാണ്. അത്രയധികം എന്ന് വെച്ചാൽ ഡിസൈനും കളറ് പിന്നെ കൊമ്പ് എല്ലാം എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മളിത് കഴിഞ്ഞാകുമ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം കൗണ്ടർ, ഒരു ടീ ഷോപ്പ്. ഞാൻ ജനിച്ചത് ഒരു കാർഷിക കുടുംബത്തിലായിരുന്നു. എൻ്റെ അപ്പനും അച്ചാച്ചന്മാരെല്ലാം പിന്നെ കൃഷി ഉപജീവന മാർഗമായിട്ട് കൃഷി ഉള്ള ഇതിലായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ പന്നിവാല് വളർത്തലും സ്കൂൾ പഠനകാലം മുതൽ കൃഷി വളർത്തലും കൃഷിയും കൃഷി പരിപാലനവും എല്ലാം കൂടി അങ്ങനെയാണ് എൻ്റെ സ്കൂൾ ജീവിതം സൈഡായിട്ട് അങ്ങനെ പോയത്. പച്ചക്കറി കൃഷി, നേന്ത്രവാഴ കൃഷി അങ്ങനെയെല്ലാം ആയിട്ട്. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠനത്തിന് ശേഷം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. കണ്ണൂർ 2-3 ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനിയുള്ള നെക്സ്റ്റ് കാലം എന്ന് വെച്ചാൽ ഇനി കൃഷിയിലേക്ക് തന്നെ പോകാമെന്നുള്ള രീതിയിലാണ് ഞാനൊരു 2004 നാട്ടുപാറ എന്ന സ്ഥലത്ത് ഒരു 8 ഏക്കർ സ്ഥലം എടുത്ത് പിന്നെ പശു, ആട്, പന്നി എന്നീ മിക്സഡ് ആയിട്ടുള്ള ഒരു ഫാം തുടങ്ങിയത്. ഇപ്പോൾ ആ ഫാം വളരെ ഗംഭീരമായിട്ട് പോവാണ്. ഒരു 200-ലധികം പശുക്കൾ ഇപ്പോൾ അവിടെ 1500 ലിറ്റർ പാലോളം എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് അളക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നല്ലൊരു വെറൈറ്റീസ് കാണാൻ വേണ്ടി ഇവിടെ വരുന്ന സന്ദർശകർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാളകളെയും മറ്റേ ഇത് പശുക്കളെയായിട്ടെന്ന് വെച്ചാൽ പലതരം വെറൈറ്റികളുള്ള പശുക്കളെ ഇതാക്കുന്നത്. ഇത് ഗുജറാത്തിൻ്റെ ഗിർ എന്ന പശുവാണ്. ഇത് വിദേശീയനാണ്. HF എന്ന് പറയുന്ന ഒരു വിദേശീയനാണ്. ഇതും ഗുജറാത്താണ്. ഇത് നമ്മളെ ജെർസി വിഭാഗത്തിൽപ്പെട്ട പശുവാണ്. ഇത് മുറ വർഗത്തിൽപ്പെട്ട പോത്താണ്. യമുനാപെരി എന്ന് പറയുന്ന ആടാണ് ഇത്. പിന്നെ ഇത് വെച്ചൂർ പശു. ഇത് കാസർഗോഡ് കുള്ളൻ. അത് തമിഴ്നാടിന്റെ കാങ്കയം എന്ന് പറയുന്ന പശു. ഇത് ഷോനുള്ള ഒരു ആടാണ്. ഇത് നമ്മളെ നായാട്ട് വർഗ്ഗം തന്നെ.
നമ്മൾ നേരത്തെ കണ്ട പാടി തീർത്ഥത്തിന്റെ അവസാന ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇത് പിന്നെ നമ്മളെ മുണ്ടേരി പുഴയിലേക്കാണ് ഒഴുകിയെത്തുക. നമ്മളിവിടെ പാർക്ക് ഒരുക്കിയിട്ടുള്ളത് പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാതെ എല്ലാവിധ സസ്യങ്ങളും മറ്റുള്ളതൊക്കെ സംരക്ഷിച്ച് കുന്നിടിക്കാതെയും മലയിടിക്കാതെയും ആണ് നമ്മളിവിടെ ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു കോട്ടമില്ല. നമ്മൾ പ്രകൃതിനെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെയാണ് നമ്മൾ ഈ പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ പാർക്കിലെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയുള്ള ചിൽഡ്രൻസ് പാർക്കും സ്വിമ്മിംഗ് പൂളുമാണ്. ഉൽപ്പന്നങ്ങൾ ഏബിൾ വില്ലേജിന്റെ മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങളാണ്. തൈര്, മോര്, പച്ചക്കറികള്, ലസ്സി അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത്. ഏബിൾ വില്ലേജിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പച്ചക്കറികള് ഓർഗാനിക് ആയിട്ടുള്ളതാണ്, രാസവളങ്ങളൊന്നും ഇടാണ്ട്. ഇവിടുന്ന് തന്നെ തൈര്, മോര്, ലസ്സി, നെയ്യ് അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടുന്ന് തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ പാലൊഴിച്ചിട്ട് ഇതിൻ്റെ തന്നെ നെയ്യെടുത്ത് ആദ്യം തന്നെ, പിന്നെ അത് അതാണ് പിന്നെ മാംഗോ ഫ്ലവർ ഉപയോഗിച്ചിട്ട് ലസ്സിയാക്കുന്നത്. ഇത് നമ്മളെ ഏബിൾ വില്ലേജിലെ നഴ്സറിയാണ്. ഇവിടുന്നുള്ള ചെടികളെ മദർ പ്ലാന്റ് ആക്കി വെച്ചിട്ട് ഇതിൽ തന്നെ എടുത്തിട്ട് കമ്പ് നട്ടിട്ടാണ് ചെടികൾ ഉണ്ടാക്കുന്നത്. പുതിയൊരു സംരംഭമായ ഏബിൾ വില്ലേജിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. വരുന്ന തലമുറക്ക് കൃഷിയെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു സംരംഭമാണിത്. അന്യം നിന്ന് പോകുന്ന ഇതാണ് കൃഷി. അപ്പോൾ അതും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.